രാവിലെയുള്ള സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് മോന് ഒരു ദിക്റെങ്കിലും നീ ചെല്ലണം. വെറുതെ ലത്തീഫും ദലാൽ ഖൈറാത്തും ഒക്കെ ചൊല്ലുന്ന ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളല്ലേ നമ്മൾ ഉപ്പാപ്പി ഉമ്മാമയൊക്കെ വെറുതെ ലത്തീഫ് ദലാൽ ഖൈറാത്ത് ഓരോ ഹിസ്ബ് പാരായണം ചെയ്ത് ജീവിക്കുമ്പോൾ നബവി ഇമാം പറയാ ഒരു ദിക്റെങ്കിലും നീ ആ രാവിലെ ചെല്ലണേ. അത്രയും മൂല്യമുള്ള സമയമാണ്. ഇമാം നബവി തങ്ങളുടെ അൽ അദ്കാറിൽ കാണാം. രാവിലെ ബർക്കത്തുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് ബർക്കത്ത് ചെയ്യണേന്ന് അവിടുന്ന് ദ്വാരന്നിട്ടുണ്ട്. ആ ദുആ ആദ്യമായി കേട്ട സ്വഹാബിക്കാണ് സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉള്ളത്, സമ്പന്നരായത്. കാരണം ആ സ്വഹാബി രാവിലെ തന്നെ കച്ചവടത്തിന് ഇറങ്ങും. രാവിലെ ചെയ്യുന്ന ഏത് കാര്യം, അത് ദർസാണെങ്കിലും ക്ലാസ് ആണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് വീട്ടുജോലിയാണെങ്കിലും രാവിലെ ചെയ്യുന്നതിന് ഒരു ബർക്കത്ത് ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ ഉറങ്ങാതെ മറ്റു മൊബൈലിൽ എൻഗേജ് ആവാതെ രാവിലെ ചെയ്യണേ എന്ന് ഇമാം നബവി റഹിമഹുള്ളയുടെ റഊസുൽ മസാഇലിൽ കാണാം. ദാഹിച്ചിട്ട് മരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തി. അപ്പോഴാണ് നിങ്ങൾക്ക് അപരിചിതനായ പരിചയമില്ലാത്ത ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് എന്ന് വിചാരിക്കരുത്, വെള്ളത്തിന് വില ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? തരാം എന്ന് പറയും. എത്രയാ വില? എത്ര വില എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ രാജ്യം ഉണ്ടല്ലേ, വിശാലമായ സാമ്രാജ്യം, ഇതിൻ്റെ നേരെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എഴുതി കൊടുക്കുമോ എന്ന് ഇബ്നു സമാക്ക് തങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിച്ചു. ഹാറൂൺ റഷീദ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ വില. ഇപ്പോൾ യഥേഷ്ടം കിട്ടുന്നുണ്ടല്ലോ കുടിവെള്ളം. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം പ്രശ്നം. അതുകൊണ്ടാണ് നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം ഉണ്ടായത്. ഒരാൾ നന്ദിയുള്ള അടിമയാവണമെങ്കിൽ റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണം. റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്.